മക്കളെ, നാളെയാണ് നമ്മുടെ സൈലത്തിന്റെ സാറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടികളാണ്, റിപ്പീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇത്തവണത്തെ ക്രാഷ് പ്രോഗ്രാമിലേക്കും 100% സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് എവിടെയാണ് സെന്റേഴ്സ് എന്നല്ലേ. നിങ്ങളുടെ വീടിനടുത്തുള്ള ഏറ്റവും അടുത്ത സെന്ററിൽ തന്നെ നിങ്ങൾക്ക് പോയിട്ട് എഴുതാവുന്നതാണ്. നിരവധി സെന്റേഴ്സ് നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റിലുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സൈലം സാറ്റ് എക്സാം നടക്കാൻ പോകുന്ന സെന്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ആലപ്പുഴയിൽ നമുക്ക് 3 സെന്ററുകളാണുള്ളത്. ആലപ്പുഴ ഹൈബ്രിഡ് സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ ചേർത്തലയുള്ള ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ, അടുത്തത് മാന്നാറ് നായർ സമാജം HSS. പിന്നെ നമ്മൾ എറണാകുളത്തേക്ക് നോക്കുമ്പോൾ 3 സെന്റേഴ്സ് ഉണ്ട്. അങ്കമാലി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, മൂവാറ്റുപുഴയിൽ ഇലാഹിയ പബ്ലിക് സ്കൂൾ, അതുപോലെ തന്നെ കച്ചേരിപ്പടിയിൽ നമ്മുടെ സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസ് ആണ്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓക്സിലിയം സ്കൂൾ കട്ടപ്പനയാണുള്ളത്. കണ്ണൂരിൽ നമുക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്. കണ്ണൂർ ഹൈബ്രിഡ് ക്യാമ്പസും അതുപോലെ തന്നെ തലശ്ശേരിയുള്ള സൈലത്തിന്റെ ട്യൂഷൻ സെന്ററും. കാസർഗോഡ് നമ്മുടെ കാഞ്ഞങ്ങാടുള്ള നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ്. കൊല്ലത്ത് നമുക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്. MGM കൊട്ടാരക്കര, അതുപോലെ തന്നെ കൊല്ലത്തുള്ള നമ്മുടെ സൈലം ഹൈബ്രിഡ് ക്യാമ്പസും. കോട്ടയത്തേക്ക് വരുമ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള ഹൈബ്രിഡ് സെന്റർ ആണ്. പിന്നെ കോഴിക്കോട് നമുക്ക് 3 സെന്റേഴ്സ് ആണുള്ളത്. നമ്മുടെ ഫ്യൂച്ചർ ക്യാമ്പസ് എരഞ്ഞിപ്പാലത്തുള്ളത്, അതുപോലെ തന്നെ വടകര നമ്മുടെ സൈലത്തിന്റെ ലേണിംഗ് സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ ബാലുശ്ശേരി നമ്മുടെ സൈലത്തിന്റെ ട്യൂഷൻ സെന്റർ ഉണ്ട്. മലപ്പുറത്ത് നമുക്ക് 4 സെന്റേഴ്സ് ആണുള്ളത്. മഞ്ചേരി എയ്സ് പബ്ലിക് സ്കൂൾ, അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലുള്ള ഫേസ് മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടയ്ക്കലുള്ള സൈലത്തിന്റെ ഹൈബ്രിഡ് സെന്റർ, പിന്നെ പെരിന്തൽമണ്ണയുള്ള നമ്മുടെ സൈലത്തിന്റെ ട്യൂഷൻ സെന്റർ. പാലക്കാടേക്ക് വരുമ്പോൾ നമ്മുടെ പാലക്കാടുള്ള സൈലത്തിന്റെ ട്യൂഷൻ സെന്ററിലാണ്. പത്തനംതിട്ടയിൽ നമുക്ക് കാത്തലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ മാള ഹോളി ഗ്രേസ് അക്കാദമി, തൃശ്ശൂർ ശക്തൻ ഹൈബ്രിഡ് ക്യാമ്പസ്, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയുള്ള നമ്മുടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനി ട്രിവാൻഡ്രത്തേക്ക് വരുമ്പം നമുക്ക് 3 സെന്റേഴ്സ് ആണ് ട്രിവാൻഡ്രത്തുള്ളത്. ശ്രീകാര്യത്തുള്ള നമ്മുടെ സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസ്, അതുപോലെ തന്നെ സൈലത്തിന്റെ ഓഫ്ലൈൻ ക്യാമ്പസ് സ്റ്റാച്യു ജംഗ്ഷനിലുള്ളത്, അതുപോലെ നെയ്യാറ്റിൻകര സൈലം ഓഫ്ലൈൻ ക്യാമ്പസ്. പിന്നെ വയനാട് നമുക്ക് ലാസ്റ്റ് സെന്റർ വരുന്നത് കൽപ്പറ്റയിലെ നമ്മുടെ സെന്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂളാണ്. സോ ഇത്രയുമാണ് നമ്മുടെ വിവിധ ഡിസ്ട്രിക്റ്റിലായിട്ടുള്ള സെന്റേഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതുക. അപ് ടു 100% സ്കോളർഷിപ്പോട് കൂടെ നിങ്ങൾക്ക് 2026 നീറ്റ് കീം ക്രാഷ് പ്രോഗ്രാമിലേക്കും 2027 നീറ്റ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്കും ജോയിൻ ചെയ്യാനുള്ള അവസരമാണ്. പ്രോപ്പറായിട്ട് തന്നെ പഠിച്ച് നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.